ഭീഷണികളുടെ ഘോഷയാത്രയാണ്. അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്, ഞാൻ കാല് പിടിക്കും, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഇവർ ചീത്തയും തെറിയും വിളിക്കുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഇത് കേൾക്കും, ഞാൻ പറയും എനിക്കൊരു വരുമാനമുണ്ടാകുന്ന എൻ്റെ മകനൊക്കെ പോയിട്ടുണ്ട്, ഞാൻ കുറച്ചാണെങ്കിലും തരും. ഇങ്ങനെ ഈ വർഷകാലം അത്രയും എല്ലാ ദിവസവും ചീത്ത കേൾക്കും. ഞാൻ മടുത്തു, വീണ്ടും ഞാൻ മടുത്തു. അതിനു മുമ്പ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു, സാക്ഷ്യമൊക്കെ കുറേ എഴുതി, സാമ്പത്തിക കാര്യം ചോദ്യചിഹ്നമായിട്ട് നിൽക്കുവാണ്. ഉടമ്പടി എടുത്ത് സാക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ എല്ലാ നിയോഗങ്ങളും നടക്കണം. അതിൻ്റെ കാര്യം തീരുമാനമായിട്ട് അതൊക്കെ തീരുമാനമാക്കിയിട്ട് വാ സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ചുപോയി. ഈ കഴിഞ്ഞ ആഴ്ച വരെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ചീത്ത വിളികൾ കേട്ട് എൻ്റെ ഓരോ ദിവസവും കടന്നു പോവുകയാണ്. 4 പേരുടെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ വയ്യ. ഇരിക്കുമ്പോൾ ഈ ഫോൺ വരും, മറുപടി പറഞ്ഞാലും ഒരു അരമണിക്കൂർ കേട്ടാലും വീണ്ടും ഇവർ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കും. 1-2 പേരല്ല വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച ഞാനൊരു തീരുമാനമെടുത്തു. ഞാനൊരു രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയില്ല, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ദുഃഖം. 2 പേരാണെങ്കിൽ ആത്മഹത്യ ചെയ്യും, വിഷം മേടിച്ച് വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് വരും. ആ ഒരു ലെവലിലൊക്കെയുള്ള സംസാരങ്ങൾ വീണ്ടും ഞങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിലിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. ഈ ഫോട്ടോ വെച്ചാണ് രണ്ടാമത് ഞങ്ങൾ പണി തുടങ്ങും. അങ്ങനെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? പ്രത്യക്ഷീകരണ പ്രാർത്ഥന 11 മണിയായിട്ടും ചൊല്ലിയില്ല. 11 മണിയായപ്പോൾ ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണം ചൊല്ലി. അതിനിടയ്ക്ക് എനിക്ക് കണ്ണിനൊരസുഖം വന്നു. കണ്ണ് പുറത്തേക്ക് ഉന്തി വീർത്തിരിക്കുകയാണ്. ആമവാദത്തിൻ്റെ അസുഖം അധികരിച്ച് അതൊരു 3rd സ്റ്റേജ് ആകുമ്പോൾ കണ്ണിന് എഫക്റ്റ് ചെയ്യും. അപ്പം അത് കണ്ണ് ദ്രവിച്ചു പോകാനുള്ളൊരു ഘട്ടം ആരംഭമാണ്. സ്ക്ലീറൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അതിന് മെഡിസിൻ കഴിക്കുമ്പോൾ ബൈസിലോൺ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. അത് കഴിക്കുമ്പോൾ ഡയബറ്റിക് വരും. 3 നേരവും ഇൻസുലിൻ എടുക്കണം. ഞാൻ ആ ടാബ്ലറ്റ് കഴിക്കൽ നിർത്തി. അങ്ങനെ കണ്ണിനൊരസുഖം. എൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആൾക്കാർക്ക് ഭയമാണ്. കാരണം കണ്ണ് ഫോട്ടോയുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ ആ കണ്ണിങ്ങനെയാണ് ഇരുന്നത്. കരിനീല കളറിൽ ഒരാൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പേടിയാണ് ഈ കണ്ണ്. ഞാൻ അങ്ങനെ വേദനയുണ്ട്, എനിക്ക് ലൈറ്റ് ഇടത്തില്ല, വെയിലടിക്കത്തില്ല, സൂര്യപ്രകാശത്തെ നോക്കത്തില്ല.